അഖിലിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട്. യുക്രൈനിൽ കപ്പലിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിലാണ് അഖിൽ ജോയൽ കൊല്ലപ്പെട്ടത്. ഒരു മാസം മുൻപാണ് അഖിൽ നാട്ടിൽ വന്നു മടങ്ങിയത്. അഖിലിന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ നടപടിയെടുക്കുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ഒരു മാസം മുൻപാണ് അഖിൽ ജോയൻ അവസാനമായി തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. തൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ഭാഗമായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. 2027 ഏപ്രിൽ വിവാഹം നടത്താമെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തി. കുടുംബം അതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി ഈ വിയോഗ വാർത്ത നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച്, വീട്ടുകാരെ സംബന്ധിച്ചൊക്കെ തന്നെ ആ ഒരു ദുഃഖം കടിച്ചമർത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണം, സംസ്കാര ചടങ്ങുകളടക്കം പൂർത്തിയാക്കണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ മാതാപിതാക്കളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഖിലിനെ സംബന്ധിച്ച് 19ാമത്തെ വയസ്സിലാണ് അഖിൽ മർച്ചൻ്റ് നേവി എന്നുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് തിരിയുന്നത്. അതിനു മുൻപ് വരെ നാട്ടിലേറെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇന്നലെ രാവിലെയോടുകൂടിയാണ് പിതാവിന് അഖിലിൻ്റെ വിയോഗ വാർത്തയുമായി ബന്ധപ്പെട്ട ആദ്യ സൂചനകൾ ലഭിച്ചത്. പിന്നീട് അത് മൃതദേഹമടക്കം കണ്ടെടുത്തു എന്നുള്ളൊരു കൃത്യമായ വിവരം വരികയായിരുന്നു. ഉക്രൈനിൽ വെച്ചുണ്ടായ ഷെല്ലാക്രമണത്തിൽ അഖിൽ ജോലി ചെയ്യുന്ന ഷിപ്പിനെ ആക്രമിക്കുകയും ആളെ കാണാൻ ഇല്ലെന്ന് ഉള്ളതുമായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട് വരികയും ചെയ്തത്. വീണ്ടും വേറൊരു മെയിൽ അവരയക്കുകയും അതിൽ അവർ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് എന്നുള്ളതാണ് അവർ ഞങ്ങളോട് പറയുകയുണ്ടായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും അതോടൊപ്പം തന്നെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനുമായൊക്കെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അവസാനമായി വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കണം, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നതാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ ഏക ആവശ്യം. സംസ്ഥാന സർക്കാർ നോർക്കയും എംബസിയായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടപടികൾ നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം ബോഡി എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. വീട്ടിലേക്ക് അപകടത്തിന് ഏതാനും ചില മണിക്കൂറുകൾ മുൻപെയാണ് അഖിൽ അവസാനമായി വിളിച്ചത്. കൂട്ടുകാരോട് മണിക്കൂറുകൾക്ക് മുന്നേ ചാറ്റ് ചെയ്യുകയടക്കം ചെയ്തിരുന്നു. അവസാനമായി നാട്ടിലെത്തിയപ്പോൾ താൻ ജോലി ചെയ്യുന്ന മേഖലയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ വിശദമായി സംസാരിച്ചിരുന്നു എന്ന് സുഹൃത്തുക്കളടക്കം നമ്മളോട് പറയുന്നുണ്ട്. സുഹൃത്തുക്കളടക്കം മാധ്യമങ്ങളുടെ അടക്കം കാണാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.